എല്ലാവരും നെഗറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുക. ഈ ചിന്തിക്കുമ്പോൾ ആ ഒരു ചിന്തകൾ വരുമ്പോൾ നമ്മളിൽ ആങ്സൈറ്റി എന്ന് പറയുന്നൊരു പ്രതിഭാസം രൂപപ്പെടും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. കാര്യം നെഗറ്റീവ് തീവ്രമായിട്ടാണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത് ചിന്തകൾ. അത് ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന പഞ്ചഭൂതങ്ങളിലെ ഒന്ന് വെള്ളമാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയ്ക്കുള്ളിൽ വെള്ളമുള്ള തേങ്ങയായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ തീവ്രമായിട്ട് ഈ ആഗ്രഹങ്ങൾ കൊടുക്കുക. അത് നടക്കുമെന്നും വിചാരിക്കുക. അതിലും സംശയം വരരുത്. അദ്ദേഹം ലോട്ടറി എടുത്തപ്പോഴത്തേക്കും പറയാം, ഈ ലോട്ടറി അടിക്കും, പോകുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് പോകണം, അവിടെ ഒരു കുഴിയുണ്ട്, ചിലപ്പോൾ മറിഞ്ഞ് വീണ് കാലിൽ തൊലി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ രണ്ടാമത് പറഞ്ഞത് വിശ്വസിക്കുകയുള്ളൂ, അത് സംഭവിക്കുകയും ചെയ്യും. സാർ, ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും കാര്യത്തിന് പോകാൻ നിൽക്കുമ്പോൾ മുഴുവൻ തടസ്സമായിരിക്കും. ചിലപ്പോൾ പുതിയൊരു ജോലിക്ക് പോകാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അടുത്തൊരാളുടെ കല്യാണത്തിന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കാം. അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയൊരു തുടക്കത്തിന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോകാൻ. ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതകളായിരിക്കാം, ചിലപ്പോൾ പനിയായിരിക്കാം, തലവേദനയായിരിക്കാം, പോകാൻ കഴിയാത്തൊരു സാഹചര്യം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആളുകളുടെ ജീവിതത്തിൽ? നമസ്കാരം. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്, രാഹുലിനും സംഭവിച്ച് കാണാം, നമ്മുടെ ഈ ക്യാമറയ്ക്ക് പുറകിരിക്കുന്നവർക്കെല്ലാം സംഭവിച്ച് കാണാം. കാര്യം മനുഷ്യൻ്റെ ജീവിതം ആശങ്കകളുള്ള ജീവിതമാണ്, അല്ലേ? അതെ, ആശങ്കകളാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പകാലം തൊട്ടറിയാം, നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരാൻ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാലത്തൊക്കെ മൊബൈലോ ഫോണോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാലത്തൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് നോക്കുന്ന അമ്മൂമ്മ, അപ്പൂപ്പൻ, അമ്മേനെയൊക്കെ കാണാമായിരുന്നു. കാര്യം ആശങ്കയാണ്. എന്തും സംഭവിക്കാം, ഈ ലോകത്ത് എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കും എന്നുള്ള ചിന്ത. ഇത് നല്ലത് സംഭവിക്കുന്നൊന്നുമില്ല. എല്ലാവരും നെഗറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഈ ചിന്തിക്കുമ്പോൾ ആ ഒരു ചിന്തകൾ വരുമ്പോൾ നമ്മളിൽ ആങ്സൈറ്റി എന്ന് പറയുന്നൊരു പ്രതിഭാസം രൂപപ്പെടും. ഈ ആങ്സൈറ്റി രൂപപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സബ് കോൺഷ്യസിലേക്ക് കമാൻഡ് പോകുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ആൾക്ക് ഒരു ആങ്സൈറ്റിയാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി ഇത് ചെയ്യാനായിട്ട് ഈ ആൾ എന്ത് ചെയ്യണം? ക്ഷീണിക്കണമെങ്കിൽ ശാരീരിക അവശത വരണം. മനസ്സിലായ? ശാരീരിക അവശത വരണം. ഇത് പല കാര്യത്തിലും, പല സംഭവങ്ങളിലും. ഇപ്പോൾ ഒരു എന്ത് കാര്യമാകട്ടെ, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു, ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം വെറുതെ ആവശ്യമില്ലാണ്ട് കുട്ടികളെ തല്ലുകയാണെന്ന് വിചാരിച്ചു. ഈ അധ്യാപകൻ്റെ ആദ്യത്തെ ക്ലാസ്സുള്ള ദിവസം പോകേണ്ട കുട്ടികൾ ഒന്നുകിൽ പനി വരും, ഇത് വരും, ചിലപ്പോൾ ക്ലാസ് റൂമിന് മുമ്പിൽ തലകറങ്ങി വീഴും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശങ്ക വന്ന് കയറി ഇത് മനസ്സിനെ ഇത് ചെയ്യും. പിന്നെ അബോധാവസ്ഥയിലേക്ക് വരും. നമുക്ക് ഈ വേദന കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ മനസ്സിലെ ചിന്തകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകും. ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് എനിക്കറിയാവുന്നൊരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നല്ല ദിവസം ഏതാണെന്നൊക്കെ ചോദിക്കും. അന്ന ദിവസമാണ് ഇത് ചെയ്യണം. അപ്പോഴേ പറയും, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആളുടെ നല്ല ദിവസം ചോദിച്ചു. പക്ഷേ ആ പരീക്ഷ എടുക്കാൻ വരുന്ന ആ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെയും നല്ല ദിവസമാണെങ്കിൽ മാത്രമേ എല്ലാ ലൈസൻസുകാരും പാസ്സാകുള്ളൂ. അതെ, മനസ്സിലായ? അദ്ദേഹത്തിൻ്റെ സമയം ശരിയല്ലെങ്കിൽ ഈ നമ്മുടെ മാത്രം സമയം നോക്കിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുത്താണ് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ പോയ ആൾ ആദ്യത്തെ ഇതിൽ എല്ലാമായി ഈ 4 വീലറിൻ്റെ ആണെന്ന് തോന്നുന്നു, മറ്റേ ഒരു കമ്പി തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതായി എന്തോ ആകട്ടെ. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറൊരാളും, ഇദ്ദേഹത്തിന് അറിയുന്ന വേറൊരാളും ലൈസൻസിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഫെയിൽഡെന്ന് പറഞ്ഞ് കിട്ടിയത് കൊണ്ട്, എറണാകുളത്ത് നടന്ന സംഭവമാണ്, ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇത് ഫെയിൽഡെന്ന് പറഞ്ഞ് കിട്ടിയത് കൊണ്ട് ഈ നിൽക്കുന്നത്, ഈ എടുക്കാൻ പോകുന്ന ആൾക്ക് ഒരു മധ്യ വയസ്സുള്ള ആളാണ്, ഈ നിൽക്കുന്ന ആൾ യുവാവാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇത് നോക്കുകയാണ്, ഫെയിൽഡായല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്ക് ഡിപ്രഷൻ വന്നു, ആങ്സൈറ്റി വന്നു.
തോറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ഷോക്കിലേക്ക് പോയെന്നാണ് പറയുന്നത്. വേറൊരാൾ തോറ്റു, ഇയാൾ അടുത്ത പരീക്ഷയ്ക്ക് പോവുകയാണ്. റിയലി സംഭവിച്ചൊരു കാര്യമാണ്. ഈ തോറ്റല്ലേ എന്ന് ചോദിച്ച ആൾ പ്രൊഫഷണലി ഗ്രാജുവേറ്റാണ്, എഴുതിയ പരീക്ഷകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതും 80-90% മാർക്കോടെ ജയിച്ചിരിക്കുക. അപ്പോഴാണ് താൻ പങ്കെടുക്കാൻ പോകുന്ന ഒരു പരീക്ഷണത്തിന് എന്നെക്കാളും മുമ്പ് പോയ ഒരാൾ തോറ്റതായിട്ട് കാണുന്നത്. ആ കോൺഫിഡൻസ് അവിടെ പോയി. കോൺഫിഡൻസ് അവിടെ പോയിട്ട് ഇദ്ദേഹം തോറ്റു. ഇത് രണ്ടും സ്ത്രീകളാണ് കേട്ടോ, അതും ഞാൻ പറയാം, പുരുഷന്മാരല്ല. തോറ്റു കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ ആൾക്ക് മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് അയക്കുന്നത് ഇപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിക്കും. ഈ തോറ്റത് എൻ്റെ ഭാര്യയായിരുന്നു. മനസ്സിലായോ? പരീക്ഷയ്ക്ക് തോറ്റത് എൻ്റെ ഭാര്യയാണ്. പിന്നെ അവൾ പോയി ലൈസൻസ് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് വേറൊരു കുട്ടിയാണ് ഇത് ചെയ്തത്. ആ കുട്ടി കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഒരേ ലൊക്കാലിറ്റിയിലുള്ള കുട്ടിയായിരുന്നു. ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്തതാണ്. അപ്പോൾ അത് പറയുമ്പോഴേ ഇത് റിയൽ ആണെന്ന് അറിയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കഥ പറയുകയാണെന്ന് തോന്നും. ഉടനെ വൈഫിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചു ഈ കുട്ടി മെസ്സേജ് അയച്ചിട്ട്, ഞാൻ തോറ്റു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള തോൽവിയാണിത്, അതുകൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട, എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ആ കുട്ടി പറഞ്ഞു, ഞാൻ ഇനി എടുക്കുന്നില്ല, ഇനി ചേച്ചി പോകുമ്പോൾ ഞാൻ കാണുകയല്ല ചേച്ചി, ഞാനിത് വേണ്ടാന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് എനിക്കൊരു ഇത് തോന്നി. അപ്പോൾ വൈഫിനോട് ചോദിച്ചപ്പോൾ അവളുള്ള കാര്യം പറഞ്ഞു, ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഈ കുട്ടിക്ക് ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയച്ചു. ഞാൻ പറഞ്ഞ്, ദൈവം എന്ന് പറയുന്ന ശക്തിയിൽ, ഗോഡ് ഈസ് ഗ്രേറ്റ്, ദൈവം എന്ന് പറയുന്ന ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഈ പറയുന്നത് ആർക്ക് വേണമെങ്കിലും അനുവർത്തിക്കാവുന്നൊരു ടെക്നിക്കാണ്. നിങ്ങളൊരു വെള്ളമുള്ള തേങ്ങ എടുക്കുക. തേങ്ങ എടുത്തിട്ട് ആ തേങ്ങയുടെ കണ്ണുള്ള ഭാഗം നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ മുരുക മധ്യത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങൾ അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇതിന് പോകുന്നു, നിങ്ങൾ ജയിച്ചിരിക്കും. ഈ ജയിക്കുന്നത് അപ്പോൾ ഒരു ക്ഷേത്രമുണ്ട് അവിടെ, നാരായണ ക്ഷേത്രമുണ്ട്. വിഷ്ണുവിൻ്റെ ഒരു ഇതുള്ളത് നാരായണ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ആ ഭഗവാനെ നോക്കിയിട്ട് വേണം ഇത് പ്രാർത്ഥിക്കുക. ഭഗവാനെ മീഡിയമാക്കി വെക്കണം. എപ്പോഴും ദേവതകൾ എന്ന് പറഞ്ഞ ഒരു മീഡിയമാണ് നമ്മുടെ കാര്യം നടക്കാനായിട്ട്. അപ്പോൾ ആ ഭഗവാനെ മീഡിയമായിട്ട് വെച്ചിട്ട് ഈ തേങ്ങയെ സാക്ഷി നിർത്തി പറയുക, ഞാൻ പോവുകയാണ്, എനിക്ക് എന്തുകൊണ്ടാണോ എനിക്ക് ഇത് വിജയിക്കാൻ പറ്റാത്തത്, അത് നടക്കാനായിട്ട് അത് എന്താണോ തടസ്സങ്ങൾ, അതൊക്കെ ഈ തേങ്ങയിലേക്ക് ആകർഷിക്കപ്പെടണം. അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഞാൻ വിജയിച്ചിരിക്കണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പോവുക. മനസ്സിലാക്കുക, അവിടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഓടിക്കുന്നത് ആ ദൈവമായിരിക്കും, നിങ്ങളായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു. വൈഫ് അയക്കുന്ന പോലെ ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ട് വൈഫിനോട് പറഞ്ഞ്, ആ കുട്ടിക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇത് ചെയ്തു. അടുത്ത പ്രാവശ്യം ഇതുപോലെ ചെയ്തു. അടുത്ത പ്രാവശ്യം പോയി നെക്സ്റ്റ് ഇതിന് പോയി കുട്ടി ജയിച്ചു. എൻ്റെ വൈഫും ജയിച്ചു കഴിഞ്ഞപ്പോൾ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, ഞാനിത് രഞ്ജിതയുടെ ഹസ്ബൻഡ് ശ്രീനിവാസപ്പയ്യാണ് ഈ മെസ്സേജ് അയച്ചത് എന്ന് സോറി എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. മനസ്സിലായ? അപ്പോൾ ഈ ഒരു കാര്യം വേറൊരാൾ വരുമ്പോൾ എന്തുകൊണ്ട് ആ കുട്ടി ജയിച്ചില്ല? ആങ്സൈറ്റിയാണ്, നമ്മൾ പരാജയപ്പെടുന്നു. പക്ഷേ അവിടെ തന്നെ നമ്മളെ സഹായിക്കാൻ ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ അത് പരീക്ഷകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി സാധ്യതകൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകാം ഉള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ടൂറ് പോകാൻ പോകുമ്പോൾ, വിനോദയാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത്രയും എൻജോയ് ചെയ്യാൻ പോകുന്ന മൊമെന്റിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അനുഭവങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകാൻ ഇതെന്താ കാര്യം എന്നറിയാവോ? ഇത് കാര്യം നമ്മളെ അനുഭവങ്ങൾ വരുന്ന നമ്മൾ മുൻധാരണ വന്നിട്ട് ഇത് നേരെ സബ് കോൺഷ്യസിലേക്ക് പോകുകയാണ്. എന്നിട്ടാണ് ഇത് മാനിഫെസ്റ്റ് ആകുന്നത്. അതായത് നമ്മൾ 1-2 വിഷയങ്ങൾ വരുമ്പോൾ ഇനി ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് കാര്യം എന്താണെന്ന് അറിയാമോ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. കാര്യം നെഗറ്റീവ് തീവ്രമായിട്ടാണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത് ചിന്തകൾ. മനസ്സിലായി? ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയുകയാണ്, ഒരാൾ ഇങ്ങനെ പോവുകയാണ്, നടന്നു പോവുകയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പറയാം, ഒരു ലോട്ടറിക്കാരനെ കണ്ട് 50 രൂപ കൊടുത്തിട്ട് പറയാം, ഇന്നത്തെ ലോട്ടറി എടുത്തോ എന്ന് പറയുകയാണ്. ഇദ്ദേഹം ലോട്ടറി എടുത്തപ്പോഴത്തേക്കും പറയാം, ഈ ലോട്ടറി അടിക്കും, പോകുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് പോകണം, അവിടെ ഒരു കുഴിയുണ്ട്, ചിലപ്പോൾ മറിഞ്ഞ് വീണ് കാലിൽ തൊലി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ രണ്ടാമത് പറഞ്ഞത് വിശ്വസിക്കുകയുള്ളൂ, അത് സംഭവിക്കുകയും ചെയ്യും.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഹിതകരമല്ലാത്ത കാര്യമാണ് സംഭവിക്കാൻ പോണേന്ന് ഇവർ അതാണ് മനുഷ്യൻ്റെ ചിന്ത. അതാണ് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കണത് അരുതുകളാണ്. അത് പാടില്ല, ഇത് പാടില്ല, സൈക്കിളിൽ കയറിയ ഉരുണ്ട് വീഴും, 2 വീലർ ഓടിച്ചാൽ ഇത് വരും, വണ്ടി ഓടിച്ചാൽ ഇത് വരും, അത് വരും എന്ന് പറഞ്ഞിട്ടെല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവുകളാണ് നമ്മൾ കേൾക്കുക. ആ കമാൻഡ്സാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതിനെ നമ്മൾ കുറേ അധികം അനുഭവങ്ങളിലൂടെ ഓവർകം ചെയ്യും. അതിനെന്ത് ചെയ്യണം? ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ വിശ്വസിക്കുക. ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കരുത്. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിന് എന്തോ പവറുണ്ട്, മനസ്സിലായി? അതിന് നമ്മൾ രൂപങ്ങൾ കൊടുക്കുന്നു, അതിൽ വിശ്വസിക്കുക. ഞാൻ പല ആൾക്കാരോട്, ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ്. നമ്മളറിയാം, നമ്മൾ എന്ത് കാര്യത്തിലും ഇപ്പോൾ നമ്മൾ തേങ്ങ എടുക്കും അല്ലേ? അതെ, തേങ്ങ എടുക്കുന്ന ഒരു കാര്യമാണ്. ആ തേങ്ങ എന്ന് പറഞ്ഞാൽ ആ തേങ്ങയിലൊരു എനർജി, അതിനകത്ത് വെള്ളമുണ്ട്, അത് എനർജി ഇത് ചെയ്യും. അത് ജപ്പാനിലൊരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന പഞ്ചഭൂതങ്ങളിലെ ഒന്ന് വെള്ളമാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയ്ക്കുള്ളിൽ വെള്ളമുള്ള തേങ്ങയായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ തീവ്രമായിട്ട് ഈ ആഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. അത് നടക്കുമെന്നും വിചാരിക്കുക, അതിലും സംശയം വരരുത്. അത് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന തടസ്സങ്ങൾ മാറും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ശക്തിയിലേക്ക് നമ്മൾ ആ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് നാരായണ ദേവർ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നൊരു ദേവനായിരുന്നു. അവരുടെ വീടിനടുത്ത് അവർ വിശ്വസിക്കുന്നൊരു ദേവനായിരുന്നു. എന്തു വന്നാലും വർഷത്തിൽ പിറന്നാളിന് അവിടെ കൊണ്ട് ഇത് ചെയ്യും. ഒരു പക്ഷേ പരീക്ഷ പാസ്സാകാനായിട്ട് ആ ദേവന് പോയിട്ട് പുഷ്പാഞ്ജലി ചെയ്ത് കാണും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, മനസ്സിലായി? ആ കോൺഫിഡൻസ് കുറവാണ് ഇവിടെ പരാജയപ്പെടാൻ കാര്യം, ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ. അത് ചെയ്തപ്പോൾ അത് വിജയിച്ചു. നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മുടെ കോൺഫിഡൻസ് കുറവാണ് സംഭവിക്കേണ്ടത്. ഒരു കാര്യം നടന്നാൽ നമ്മൾ തന്നെയാണ് അധ്വാനിക്കണം. നമ്മളിപ്പോൾ അമ്പലത്തിൽ ചെന്നൊരു പൂജ ചെയ്തു, അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്തു, എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. കാര്യം നമ്മളവിടെ വിശ്വസിക്കുന്നു, എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ആ പുഷ്പാഞ്ജലി നടത്തി, തിരുമേനി അർച്ചന നടത്തി, പ്രസാദം തന്നപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ ഫലം വന്നു എന്ന് പറയും. അധ്വാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ട്? നമ്മളിൽ കോൺഫിഡൻസ് കൂടുന്നു. ഈ കോൺഫിഡൻസ് കൂടാനായിട്ട് ഇങ്ങനത്തെ കുറേ ടെക്നിക്കുകളുണ്ട്. പക്ഷേ വിജയിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരണമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ. പക്ഷേ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടുപോകാനായിട്ട് പല ടൂൾസും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ പ്യൂർലി മൈൻഡ് പവർ പറഞ്ഞാലും പറ്റില്ല. കാര്യം ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് ഒരു പവറുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന, വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഫോട്ടോയോ എന്തുവാകട്ടെ, അല്ലെങ്കിൽ രൂപക്കൂടാകട്ടെ, അതിനൊരു ശക്തിയുണ്ട്. അല്ലെങ്കിൽ ഒരു ഇടവകപ്പള്ളിയാകട്ടെ ശക്തിയുണ്ട്. ഒരു മറ്റേ മസ്ജിദ് ആകട്ടെ അതിന് ശക്തിയുണ്ട്. ഗുരുദ്വാരയാകട്ടെ ശക്തിയുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരേ സമയത്ത് ഒരേ ആവശ്യത്തിനായിട്ട് മനസ്സ് ഏകീകരിക്കുന്നു. കാര്യം ഈ പ്രപഞ്ചത്തിൽ സ്ഥായിയായിട്ടുള്ളത് മനസ്സാണുള്ളത്. ഒരു ശരീരങ്ങളും ഒരു രൂപങ്ങളും സ്ഥായിയായിട്ടില്ല, മനസ്സാണുള്ളത്. ഈ മനസ്സിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിനോട് നമ്മൾ സംവദിക്കേണ്ടത് മനസ്സാണ്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻസ് വരുത്തുക. ഈ പറയുന്ന ഒരു തടസ്സങ്ങളും വരികയില്ല. ശ്രമിച്ചു നോക്കാം. എന്താണെങ്കിലും ഒരുപാട് നന്ദി.